ക്യാമറ ഓണായ വിവരം അറിയാതെ വ്യാജമായി തെളിവുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നൊരു ആരോപണം ഉയരുകയും ചെയ്തു. നമസ്കാരം. സ്വകാര്യ ബസ് ഡ്രൈവറെ കൊടുക്കുന്നതിനായി പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് ഓവർടേക്ക് ചെയ്തതിനെ തുടർന്ന് ബൈക്ക് യാത്രികർ ബസ്സിനുള്ളിൽ കയറി സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവം നടന്നിരുന്നു. ആ സംഭവത്തെ തുടർന്ന് ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ബസ്സിൻ്റെ ഡ്രൈവറായ വിഷ്ണുവിനെതിരെ കേസെടുത്ത് ഇയാൾ റിമാൻഡിൽ പോവുകയും ചെയ്തു. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെതിരെ എടുത്തിരിക്കുന്നത് വ്യാജ കേസ് എന്ന ആരോപണം ഉയർന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ നിർണായകമായ CCTV ദൃശ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. കോട്ടയം പാമ്പാടി പള്ളിക്കത്തോട് കൂരോപ്പട സർവീസ് നടത്തുന്ന മേരി മാത ബസ്സിൻ്റെ ഡ്രൈവറായ വിഷ്ണു എന്ന 29 വയസ്സുകാരനാണ് കഴിഞ്ഞ മാസം 27 രാത്രി 9 മണിയോടെ വഴിയിൽ തടഞ്ഞു നിർത്തി 2 സംഘം ആളുകൾ ബസ്സിനുള്ളിൽ കയറി മർദ്ദിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനം ഏറ്റ വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. ഈ വിഷ്ണുവിന് വേണ്ടി കേസ് പറയുന്നതിനായി കോട്ടയം പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ ബസ്സിൻ്റെ ഉടമ എത്തിയപ്പോൾ പോലീസ് അപ്പോൾ തന്നെ ഈ കേസ് ഒത്തുതീർക്കാമെന്ന് ഉടമയോട് പറഞ്ഞതായും വിവരങ്ങൾ മറുനാടന് മുൻപിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് വിഷ്ണുവിനെതിരെ, അതായത് ബസ്സിൻ്റെ ഡ്രൈവറായ മർദ്ദനമേറ്റ വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ആദ്യം FIRൽ രേഖപ്പെടുത്തിയിരുന്നത് ജാക്കി ലിവർ ഉപയോഗിച്ച് ഈ 2 പേരെയും മർദ്ദിച്ചു എന്നാണ് വിഷ്ണുവിനെതിരെയുള്ള കുറ്റം ചുമത്തി FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൻ്റെ ബസ്സിനുള്ളിൽ തന്നെ ഈ കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതിനും മഹസർ തയ്യാറാക്കുന്നതിനുമായാണ് ബസ്സിനുള്ളിൽ ഈ പോലീസുകാരെത്തുന്നത്. എന്നാൽ ബസ്സിൻ്റെ ക്യാമറ ഓണായ വിവരം അറിയാതെ വ്യാജമായി തെളിവുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബസ്സിൽ ആദ്യം ലിവർ കൊണ്ട് മർദ്ദിച്ചു എന്ന് പോലീസ് FIR രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വിഷ്ണു മർദ്ദിക്കുന്ന ആയുധം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് ബസ്സിൻ്റെ ഒരു ഭാഗത്ത് കിടന്നിരുന്ന തടി കൊണ്ടുള്ള ബ്രഷ് ഈ എഞ്ചിൻ ഭാഗത്തേക്ക് വാഹനത്തിൻ്റെ ബസ്സിൻ്റെ മുൻവശത്തേക്ക് ഇടുകയും ഇത് മതി, ഈ സാധനം ഇത് മതി എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന് അബദ്ധം പറ്റിയതാണ്. കാരണം ഈ ബസ്സിനുള്ളിലെ ക്യാമറ ഓണായി എന്നുള്ളൊരു വിവരം പോലീസിന് അറിയാതെ പോവുകയും ഈ ക്യാമറയുടെ ലിങ്ക് ഉടമയ്ക്ക് ദൃശ്യങ്ങൾ സമീപം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മറുനാടൻ പുറത്തുവിടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ കേസാണ് ഈ മർദ്ദനം ഏറ്റ വിഷ്ണുവിനെതിരെ എടുത്തതെന്ന് പറയുകയും ചെയ്തിരുന്നു. ഉടമയും വിഷ്ണുവും ഒക്കെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്ത് മർദ്ദിച്ചു എന്ന് പറഞ്ഞ കേസെടുത്ത് ഇയാളെ അകത്താക്കുകയായിരുന്നു. റിമാൻഡിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ ഒരു CCTV ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ബസ്സിനെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 പേർ ഇരുചക്ര വാഹനത്തെ ബൈക്കിൽ അവർ മുന്നോട്ട് പോവുകയും തുടർന്ന് ഈ ബൈക്കുകാരെ ഒരു വളവിലെത്തിയപ്പോൾ വിഷ്ണു ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വിഷ്ണുവിനെ വാഹനത്തിൽ തടഞ്ഞു നിർത്തി വാഹനത്തിനുള്ളിൽ കയറുകയും സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർ ഉള്ളപ്പോൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ മർദ്ദനമേറ്റ വിഷ്ണുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിഷ്ണുവിനെതിരെ കേസെടുത്തു, തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ കേസാണ് എടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് വിഷ്ണുവിനെ മർദ്ദിച്ച സംഭവത്തിൽ കോട്ടയം പാമ്പാടി മാക്കൽപ്പടി സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർ പ്രദേശത്ത് തന്നെ ക്വാറി നടത്തുന്ന ആളുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നൊരു ആരോപണം ഉയരുകയും ചെയ്തു. ബസ് ഓപ്പറേറ്റർ
ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടക്കം തൊഴിലാളി സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധവും പരാതിയും ഉയർത്തിയിരുന്നു. എന്നാൽ ഈ സംഭവം, അതായത് ഈ കേസിലെ നിർണായകമായ ഒരു തെളിവാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസ് വ്യാജമായി തെളിവുകൾ സൃഷ്ടിക്കുകയാണ്. തടി ബ്രഷ് ഇവിടെ കൊണ്ട് ഇടുകയും അതുകൊണ്ട് മർദ്ദിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിനുള്ളൊരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന മേരി മാതാ ബസ് ഇത്രയും കാലമായി പോലീസ് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം 8 ദിവസത്തോളമായി ഈ ബസ് പാമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വാഹനത്തിനുള്ളിലാണ് പോലീസ് മഹസർ രേഖപ്പെടുത്തുന്നതിനായി കയറിയത്. എന്നാൽ ഇതിൻ്റെ ക്യാമറ ഓണായിരുന്ന വിവരം പോലീസിന് അറിയാതെ പോവുകയും അവരുടെ സംഭാഷണമടക്കം ഉടമയ്ക്ക് വീഡിയോ ആയി ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പോലീസ് മഹസർ എഴുതാൻ കയറുന്നു. ആ വാഹനത്തിനുള്ളിലെ തടി ബ്രഷ് ഈ ഡ്രൈവർ സീറ്റിൻ്റെ മുൻഭാഗത്തേക്ക് കൊണ്ടിടുകയും ഇത് കൊള്ളാം, ഇതിനുള്ള സാധനമുണ്ട് എന്ന്, മർദ്ദിച്ചതിനുള്ള സാധനമെന്നായിരിക്കാം പോലീസ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വ്യാജമായ ഒരു തെളിവ് സൃഷ്ടിച്ച് ഈ ബസ് ഡ്രൈവറെ കൊടുക്കുന്നതിനുള്ളൊരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാമ്പാടി പോലീസ് സ്റ്റേഷനിലെ ഒരു SI ആണ് മഹസർ എഴുതുമ്പോഴേക്കും ഇവിടേക്ക് കയറി വരുന്നത്, ബസ്സിനുള്ളിലേക്കും കയറി വരുന്നത്. അദ്ദേഹമാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഇതാണോ അദ്ദേഹമാണ് ഈ പറയുന്നത്, ഇതിനുള്ള സാധനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. ഇത്തരത്തിൽ വ്യാജമായ തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഡ്രൈവറെ കൊടുക്കുന്നതിനുള്ള സംഭവത്തിൽ, ആ ശ്രമത്തിൽ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തൊഴിലാളി സംഘടനകളും ഒക്കെ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം. മൂന്ന് നിരക്കിയാണ്, ഒരു നിരക്കിയിട്ട് ഇടതുവശത്ത് അതുകൊണ്ട് അല്ലേ അതിനുള്ള സാധനമുണ്ട്. ഹെൽമെറ്റ് എടുത്തോ? അല്ല, ഇപ്പൊ ഈ സൈഡിലില്ലേ ഈ ഹെൽമെറ്റ് 1 2 3 4 5 6 7 മുന്നിൽ നിന്ന് ഇടതുവശത്ത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് 1 2 3 4 5 6 നിര 3 നിരയായി 2 പേർക്ക് അവിടെ അവൻ അവിടെ ബുക്കിംഗ് മോളിൽ കൂട്ടുമ്പോൾ അറിയാൻ പറ്റത്തില്ല. വണ്ടി കൊടുത്താൽ ഈ വാങ്ങി അവിടെ ഒന്നും ഇരിക്കുന്നത് പോലെ ഏതോ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഒരു റിയർ വ്യൂ മിററും പോലെ അവിടെ ആ ബസ്സിന് ഒരു പരാതിയായിട്ട് 2 പിള്ളേരെ നിൽപ്പുണ്ട്. ഒരു മീശയില്ലാത്ത 2 പിള്ളേർ, ഒരു പയ്യൻ ബസ്സിന്റെ മൈബസിന്റെ ആളോട് കയറി വരുന്നുണ്ട്. അപ്പൊ ആ പിള്ളേരോട് സംസാരിപ്പിച്ച് കേട്ടോ, ഈ മൈബസിന്റെ ആള് മൈബസ് ഇടിച്ച കാറുണ്ട്, ഈ ബസ്സുകാരോട് സംസാരിപ്പിക്കേ കേട്ടോ.
അതെ ആ ഹലോ എത്തിയോ ഞാൻ വിളിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ മിററും ഇത് ഇടതുവശത്തോട് ചേർന്ന് മണിയോട് ചേർന്ന് ഇടതുവശത്തോട് ചേർന്ന് ഇടതുവശത്ത് എങ്കിലേ അവിടെ കിട്ടാതെ കുഴപ്പമില്ല ക്യാമറയും കിട്ടിയത് കാണാം ഒരു ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്താൽ കാണാം വണ്ടിയുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്തോ അല്ലെ ഈ മണിയുടെ കാര്യം പറഞ്ഞു മണിയോട് ചേർന്ന് മണിയും